ത്തിലുള്ളത് സ്വർഗത്തിലാകുള്ള ഒരു ചേകനൂർ മൗലവിയാണ്. മൂപ്പരനെ കാണാനുമില്ല. 920 മുജാഹിദ് വന്നു, സുന്നി നരകത്തിലായി. 940 ജമാഅത്തെ ഇസ്ലാമി വന്നു, മുജാഹിദും നരകത്തിലായി. കുറച്ചു കാലം കഴിഞ്ഞ് ചേകനൂർ മൗലവി വന്നു, സുന്നിയും മുജാഹിദും ജമാഅത്തും അത് കിടക്കുന്ന നരകത്തില്. മൂപ്പര് മാത്രം സ്വർഗത്തിൽ ഇങ്ങനെ കാലുമലക്കാലം കയറ്റി വെച്ച് ദിനേശ് വീടി മരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോ നോക്കിങ്ങള്, പരസ്പരം മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കുവാനുള്ള മാന്യത മുജാഹിദ് കാണിച്ചില്ല. മുജാഹിദിന്റെ പ്രവർത്തനം മാതൃകയാക്കി ജമാഅത്തെ ഇസ്ലാമിയും അതേ വഴിക്ക് തന്നെ നീങ്ങി. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം മാതൃകയാക്കി ചേകനൂർ മൗലവിയും അതേ വഴിക്ക് തന്നെ നീങ്ങി. അവസാനം എന്തുണ്ടായി? സ്വർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു കൂട്ടുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു പ്രബോധക സമൂഹം അവര് നരകം കൊണ്ട് നിറക്കപ്പെട്ടു. സ്വർഗമോ? സ്വർഗം ശൂന്യം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അള്ളാഹു പടച്ചു വെച്ച സ്വർഗത്തിന് ആകാശഭൂമിയുടെ വിശാലത ഉണ്ട്. ആകാശവും ഭൂമിയും നിവർത്തി വെച്ചുകൊണ്ട് നമ്മൾ സങ്കല്പിച്ചു നോക്കുകയാണെങ്കിൽ അതിനെത്രമാത്രം വിശാലത കാണുമോ അതിലേറെ വിശാലത മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അള്ളാഹു പടച്ച സ്വർഗത്തിനുണ്ട്. ഇത്രയും വലിയൊരു സ്വർഗം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അള്ളാഹു പടച്ചു വെച്ചിട്ട് അതിൽ കടക്കാൻ ഒരു കുട്ടിനെയും കിട്ടിയില്ല. കിട്ടിയ കുട്ടിനെ കാണാനുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ ചോദ്യത്തിന്റെ മറുപടി എന്ന നിലക്കല്ല, പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? പരസ്പരം മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കുവാൻ മുജാഹിദ് തയ്യാറല്ല. ചോദ്യം ചോദിച്ച കുട്ടിയോട് ഞാൻ പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുജാഹിദുകൾ ഒരു കത്തെഴുതി, നദ്വത്തുൽ മുജാഹിദീൻ. എന്താ കത്തെഴുതിയത്? ഞങ്ങൾ മുസ്ലിം ഐക്യവേദി എന്ന പേരിൽ ഒരു വേദി രൂപീകരിക്കുന്നു. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രതിനിധികളെ മുസ്ലിം ഐക്യവേദിയിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞുകൊണ്ടാ കത്ത്. ആ കത്തിന്റെ മറുപടിയും സമസ്തയുടെ 60ാം വാർഷിക സോവനീർ നിങ്ങൾക്ക് കാണാം. അക്കത്തയച്ചപ്പോ സമസ്ത മുഷാവറ കൂടിയിട്ട് മുജാഹിദിന് മറുപടി കൊടുത്തു. എന്തായിരുന്നു മറുപടി? നിങ്ങൾ മുസ്ലിം ഐക്യവേദിയിലേക്കാണല്ലോ ഞങ്ങളെ ക്ഷണിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലെ സുന്നികളും അവര് കാഫിറുകളാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിലെ സുന്നികൾ മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള പരസ്യ പ്രസ്താവന നടത്തുന്ന പക്ഷം മുസ്ലിം ഐക്യവേദിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൊടുത്ത കത്താണ്. ആ കത്തിന് ഇന്ന് വരെ മുജാഹിദ് മറുപടി കൊടുത്തിട്ടില്ല. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇപ്പൊ 2 സമസ്തയുണ്ടെന്ന് പറയുന്നു. ആവട്ടെ, ഈ 2 സമസ്തയും പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലെ സുന്നികൾ അവര് മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു പരസ്യ പ്രസ്താവന ഇന്ന് വരെ കേരളത്തിലെ മുജാഹിദുകൾ നടത്തിയിട്ടില്ല. ചോദ്യകർത്താവ് ഉൾപ്പെടെയുള്ള എല്ലാ മുജാഹിദ് പ്രവർത്തകരെയും അതുപോലെ നിഷ്പക്ഷം ചമയുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ വിനയപുരസ്സരം ആവശ്യപ്പെടുന്നു. കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ അഹ്ലുസുന്ന മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു പരസ്യ പ്രസ്താവന നാളെ പുറത്തിറങ്ങുന്ന പ്രമുഖ ദിനപത്രങ്ങളിൽ കേരളത്തിലെ മുജാഹിദ് നേതൃത്വം ഉത്തരവാദിത്വത്തോടെ പ്രസിദ്ധീകരിക്കുന്ന പക്ഷം മറ്റന്നാളെ മുതൽ സലാം പറയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. സാധ്യമാണോ സുഹൃത്തുക്കളെ? പിന്നെ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി? അപ്പോ മുസ്ലിങ്ങളാണ് അഹ്ലുസുന്ന എന്ന് സമ്മതിക്കാൻ കേരളത്തിലെ മുജാഹിദുകൾ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയേണ്ട സലാം മുജാഹിദ് വാസ്തവത്തിൽ പിൻവലിക്കുകയാണ് വേണ്ടത് എന്ന് സാന്ദർഭികമായി പറയുന്നു. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കത്തും അതിന്റെ മറുപടി ഇന്നുവരെ കൊടുത്തിട്ടില്ല എന്ന് സൂചിപ്പിച്ചല്ലോ. മറുപടി കൊടുത്തില്ല, കേരളത്തിലെ അഹ്ലുസുന്ന മുസ്ലിങ്ങളാണെന്ന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളെ വ്യക്തിപരമായി പേരെടുത്തു പറഞ്ഞ് കാഫറാക്കാനാണ് മുജാഹിദുകൾ ശ്രമിച്ചത്. ഈ കത്തുകൾക്ക് ശേഷം പിന്നീട് പ്രസിദ്ധീകരിച്ച മുജാഹിദിന്റെ സൽസബീൽ മാസികയുടെ കോപ്പിയാണ് എന്റെ കയ്യിൽ. ഈ മാസികയിൽ കേരളത്തിലെ മുജാഹിദിന്റെ നേതാവ് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും പിന്നീട് വൈസ് പ്രസിഡന്റുമായിരുന്ന വെളിയങ്കോട് ഉമർ മൗലവി അദ്ദേഹം എഴുതി, ശവം തിന്നുന്നത് അള്ളാഹ് ഹറാമാക്കി.
അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെറുക്കപ്പെട്ടു തിന്നലും അള്ളാഹ് ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈനതാഴത്തുമുഹും ഇന്നക്കും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാന്തപുരം കാഫിറാണ്, മുശ്രിക്കാണെന്ന് അള്ള പറഞ്ഞിരിക്കുന്നു. EK അബൂബക്കർ മുസ്ലിയാർ കാഫിറാണെന്ന് അള്ള പറഞ്ഞിരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നത്തെ പത്രം ഇറങ്ങിയത്. അപ്പൊ അഹ്ലുസുന്ന മുസ്ലിമീങ്ങളാണെന്ന് സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, പിന്നീട് അതിന്റെ നേതാക്കളെ പേരെടുത്ത് പറഞ്ഞ് മുശ്രിക്കുകളാണ് എന്ന് പറയുന്ന ധിക്കാരത്തിലേക്ക് കേരളത്തിലെ മുജാഹിദ് മൗലവിമാർ സഹോദരന്മാരെ വന്നു. അപ്പൊ അതുകൊണ്ട് എന്താ സലാം പറയാത്തത്, എന്താ സലാം മടക്കാത്തത് എന്ന ചോദ്യത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. സലാം എന്ന് പറയുന്നത് ആദർശത്തോടുള്ള ഐക്യദാർഢ്യമാണ്. ഞാനും നീയും ഒരാദർശത്തിലാണ് എന്ന പ്രഖ്യാപനമാണ് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാന്റെ രക്ഷങ്ങളെ വേലുണ്ടാവട്ടെ എന്നുള്ള ആ ബാഹ്യമായ ഒരു പ്രാർത്ഥന മാത്രമല്ല, ഞാനും നീയും ഒരാദർശത്തിലാണ്. ആ ആദർശ ഐക്യത്തിന്റെ പ്രഖ്യാപനമാണ് അസ്സലാമു അലൈക്കും എന്നത്. മുജാഹിദ് എങ്ങനെയാണ് സുന്നിയോട് സലാം പറയുക? ഇനി പറഞ്ഞിങ്ങോട്ട് കൊട്ടിയാൽ തന്നെ സുന്നി എങ്ങനെ മടക്കും? മുജാഹിദിന്റെ ആദർശവും സുന്നിയുടെ ആദർശവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് സുന്നി മുസ്ലിമാണ് എന്ന് സമ്മതിക്കാനെങ്കിലും കേരളത്തിലെ മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമി തയ്യാറാകാത്ത കാലത്തോളം അവര് സലാം പറയാ എന്ന വിഷയം ഉദിക്കുന്നില്ല.